ഹേയ്, നിങ്ങളുടെ കാര്യം അറിഞ്ഞോ? ഏ ബി ജെ പിയുടെ ഭരണം അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ആരാണിത് അവസാനിപ്പിക്കാൻ പോകുന്നത്? പാറ്റകളുടെ തലവനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും അഭിജിത്ത് ദീപ്കെ. ആരുവാ? അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, താൻ ആരുവാ? യോ യോ ഇയാള് സത്യം പറഞ്ഞോണ്ടല്ലോ വന്ന് വന്ന് എന്താ പറയാ, വൻ കോമഡിയായി മാറുന്നത്. സത്യം പറയാം, എന്തൊക്കെയാടാ എന്തോ കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ തീർന്നില്ല, ഇനി അടുത്തുകൊണ്ട് വരണോ കൂടി. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സി ജെ പി പ്രക്ഷോഭം. നാളെ ദേശീയ പ്രവർത്തക സമിതി യോഗം ചേരും. വാഗ്ദാനങ്ങൾ സർക്കാർ ലംഘിച്ചെന്ന് സി ജെ പി. ഇനി അടുത്ത സമരത്തിനായി ചെല്ലിയാണ്. വേഗം ചെല്ലി, വേഗം ചെല്ലി. അവിടെ കാത്തിരിക്കുക, പെട്ടെന്ന് ചെല്ലണം കേട്ടോ. എന്നിട്ട് സമരം നടത്തണം. എന്നിട്ട് കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചിട്ടിട്ട് തിരിച്ചു വരണം. വേറെ ഒന്നും പറയില്ല. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇയാള് ഈ ഈ സി ജെ പിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അമ്മാതിരിയുള്ള പ്രഹസനങ്ങളാണ് ശരിക്കും പറയുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പ്രഹസനം, പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹസനമാണ് ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാം തന്നെ. എന്നാൽ ഒന്നാം തരം പൊറാട്ട് നാടകം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരിയുള്ളൂ. എന്തുവാ ഇത്? അറിയാൻ പറ്റഞ്ഞിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ താൻ ആരുവാ? ഇത് ബി ജെ പിയെ പിടിച്ച് അങ്ങ് അവിടെ തുടച്ചു നീക്കാനായിട്ട് ഇയാളാണോ ബി ജെ പിക്ക് എന്ന് വോട്ടിട്ട് ബി ജെ പിയെ ജയിപ്പിച്ചെന്ന് പറയുന്നത്? അത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അല്ലാതെ ഈ പണയുന്ന അഭിജിത്ത് ദീപ്കെ ഒന്നും അല്ല അവിടെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്. അത് ജനങ്ങളുടെ കൈവശമാണ്. ജനങ്ങൾ തീരുമാനിച്ചോളും ആര് ഭരണത്തിൽ കയറണം, ആര് ഭരണത്തിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ തന്നെ. ഇതിനപ്പുറം ഡയലോഗ് അടിച്ചവർ ഉണ്ട് അങ്ങ് കേന്ദ്രത്തിൽ. അവരെയൊക്കെ തന്നെ അവസ്ഥ എന്താണോ എന്തോ. എന്നിട്ടാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് കെട്ടുകെട്ടി നാട്ടിലേക്ക് ഓടിച്ചാടി വന്ന അഭിജിത്ത് ദീപ്കയുടെ വെള്ളുവിളികൾ. പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോവുകയാണ് അടുത്തത്. ഇവിടെ സത്യം പറഞ്ഞാണല്ലോ ഈ പറയുന്ന സി ജെ പി സമരം, അതിൽ താണ്ട ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ ഇവൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷ ഒരു കാര്യം, ആ ഒരു സ്റ്റുഡൻസിൻ്റെ ആ ഒരു സമരത്തിൽ ഭയങ്കര രീതിയിലുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി, കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ സർക്കാരിനെ അങ്ങ് അട്ടിമറിച്ച് കളയാമെന്നൊക്കെയുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളും പ്ലാനുകളൊക്കെ തന്നെ ആയിരുന്നു ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ചില കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെ പലരും ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അതിനിടയിൽ കൂടി ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും ആ സമരം അതോടുകൂടി അങ്ങ് നിന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് ഇങ്ങനെ എന്താ പറയുക, അത് ഒന്നും ഇതായില്ല. കാരണം എന്ന് പറയുന്നത് അവർ വിചാരിച്ച ആ ഒരു ലെവലിൽ, കാരണം ഇവരുടെ ഇതെന്ന് പറയുന്ന സ്റ്റുഡൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ബി ജെ പി ആണ്. അതിൽ ഏറ്റവും വലിയ ഒരു ഇതാണ്. കാരണം ഇവിടെ പൊയ്മുഖങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വെളിച്ചത്തിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന, പ്രത്യേകിച്ച് ഈ പറയുന്ന അഭിജിത്ത് ദീപ്കയുടെ എ പിയുടെ പഞ്ചാബിലോട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതി എന്തിനേറെ പറയുന്നത് ഈ കേരളത്തിലേക്കോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അങ്ങ് ജാർഖണ്ഡിൽ പോലും ഏറ്റവും പോയിട്ടില്ല. എന്നിട്ടാണ് പോകുന്നത് മുഴുവൻ ബി ജെ പി ഭരിക്കുന്നത്. അതിൽ തന്നെ മനസ്സിലായില്ലേ ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ സത്യമായ പച്ചയായിട്ടും ആ ഒരു പൊള്ള എന്താണെന്നുള്ളത് വെളിപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ തന്നെ ഈ പറഞ്ഞ നാട്ടുകാർ അടിച്ചോടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. കാരണം നാട്ടുകാർ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ പറയും അത് ബിഷപ്പിക്കാരാണ് ചെയ്തത്, അറസ്റ്റുകാരാണ് ചെയ്തത്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നു തുടങ്ങും. നാട്ടുകാർ അടിച്ചോടിക്കുകയാണ് ഇപ്പോൾ പലയിടത്ത്. പല വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ സ്കൂളിലൊക്കെ ചെന്ന് കയറിയിട്ട് അവിടെ എന്തോ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇയാൾ ആരെങ്കിലും അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് അവിടെയൊക്കെ ഇതാ കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ സത്യം പറയാൻ എന്താ വലിയ ഉദ്യോഗസ്ഥൻ വല്ലതും ആണോ? അല്ലെങ്കിൽ വേറെ വലിയ ആൾ വല്ലതും ആണോ? ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പോയിട്ട് ഇതുപോലെ റെയ്ഡ് നടത്തുന്ന മാതിരി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്? അല്ല, അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. കാണുന്ന എനിക്ക് ഒരു പരിധിയില്ലേ? സത്യം പറയാൻ ഇത് വൻ പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പുള്ളിക്കാരെ ഈ സി ജെ പി എന്ന് പറയുന്ന ഈ പാറ്റാക്കൂട്ടത്തിന് ശരിക്കും പറഞ്ഞ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഉടനടി തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള എല്ലാ തരത്തിലുള്ള കാര്യപരിപാടികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഇത് കാരണം ഇപ്പോൾ സർക്കാർ ഏതായാലും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരാൾ വേണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇത് വേണം, ഒരു കൂട്ടം വേണം. ഇത് അങ്ങനെയല്ല. ഇത് സത്യം പറഞ്ഞാൽ എന്ത് തൊട്ടതിനും പിടിച്ചതിനും എന്തോ അവർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ആജ്ഞാപിക്കാനായിട്ട് ആരുവാ അല്ലേ? ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല, അതാദ്യം മനസ്സിലാക്കണം. സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഈ പോക്കുണ്ടല്ലോ, ഈ പോക്ക് ഇതിലും അപ്പുറം പലരും പലതരത്തിൽ ചാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവസാനം കൊട്ടക്കകത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഗതി അത് തന്നെയാണ്. ഈ പോക്ക് കണ്ടിട്ട് എല്ലാ രീതിയിലും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് കുറച്ചൊന്ന് ക്ഷമിക്കുക. ഇപ്പോഴുള്ള ഈ ഒരു തിളപ്പൊക്കെ ഉണ്ടല്ലോ, എന്തോ ഇപ്പം മലമറിച്ച് കളയൊന്നൊക്കെ ഉള്ളത്, അത് 16 നില പൊട്ടി പാളിസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം 100% ഉറപ്പാണ്. ഇതിന്റെ അപ്പുറം കളി കണ്ടവന്മാരാണ് അങ്ങ് കേന്ദ്രം ഭരിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അവന്മാർ തന്നെ ഇവന്റെയൊക്കെ തക്കിട തരിയുടെ കളികൾ മാക്സിമം കൊണ്ടങ്ങ് എത്തിക്കും. എന്നിട്ട് വലിച്ചൊറ്റ താഴെയിടക്കം ഉണ്ട്. അത് അധികം വൈകാതെ കാണാൻ സാധിക്കും. ഈ ഒരു പോക്കാണ് ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ.